22,92,200, 4,30,100, 3,74,900, 9,97,160. ഞാനീ പറഞ്ഞത് എൻ്റെ ബാങ്ക് ഡെപ്പോസിറ്റുള്ള ലക്ഷങ്ങളുടെ കണക്കുകളല്ല, എനിക്കുള്ള കടങ്ങളുമല്ല. ഒരിക്കൽ എൻ്റെ കൂടെ ഉംറക്ക് വന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ഉസ്താദെ, ഞാൻ ഒരുപാട് ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്, നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ചൊല്ലിയ ആ ദിക്റുകൾ രേഖപ്പെടുത്തിയ ലിസ്റ്റ് തന്നപ്പോൾ എൻ്റെ കൈ കിട്ടിയപ്പോൾ ഞാനാകെ അത്ഭുതപ്പെട്ടു പോയി. അയാൾ ഒരുപാട് ദിക്റുകൾ ചൊല്ലുന്ന ഒരു വ്യക്തിയായിരുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നുള്ള ദിക്ർ അയാൾ 3,74,900 തവണ ചൊല്ലിയിട്ടുണ്ട്. അത്ര ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള ദിക്ർ അയാൾ 9,97,160 തവണ ചൊല്ലിയിട്ടുണ്ട്. അത്ര ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം എന്നുള്ള ദിക്ർ 3,77,000 തവണ അയാൾ ചൊല്ലിയിട്ടുണ്ട്. അത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ 4,30,100 തവണ അയാൾ ചൊല്ലിയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മലിക്കുൽ ഹഖുൽ മുബീൻ എന്നുള്ള ദിക്ർ 4,62,100 തവണ അയാൾ ചൊല്ലിയിട്ടുണ്ട്. അത്ര യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ള ദിക്ർ 9,72,000 തവണ അയാൾ ചൊല്ലിയിട്ടുണ്ട്. യാ ലത്തീഫു യാ അല്ലാഹ് എന്നുള്ള ദിക്ർ 3,84,000 തവണ അയാൾ ചൊല്ലിയിട്ടുണ്ട്. അത്ര അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നുള്ള ദിക്റോ 22,92,200 തവണ അയാൾ ചൊല്ലിയിട്ടുണ്ട്. അത്ര ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ എന്നുള്ള ദിക്ർ 98,300 തവണ അയാൾ ചൊല്ലിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാ എന്നുള്ള ദിക്ർ 3,60,000 തവണ അയാൾ ചൊല്ലിയിട്ടുണ്ട്. അത്ര ആ ലിസ്റ്റ് കണ്ടപ്പോൾ ഞാനാകെ അത്ഭുതപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, 22 ലക്ഷം തവണ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, 3,60,000 തവണ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ചൊല്ലിയ വ്യക്തി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ 4,30,100 തവണ. നബി തങ്ങൾ പറഞ്ഞില്ലേ, മൻ കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് കലാമ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നല്ലേ പറഞ്ഞത്. ആ ദിക്ർ ആ വ്യക്തി 4,30,100 തവണ ചൊല്ലിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ മനുഷ്യന് ലഭിച്ച മഹാസൗഭാഗ്യമാണ് ചൊല്ലാനുള്ള തൗഫീഖ് എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ, ഞാൻ നിങ്ങളോട് പറയാൻ കാരണം നിങ്ങൾ പ്രത്യേകം മക്കത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഞാൻ വലിയ ചെല്ലുന്ന ആളെന്ന് അറിയിക്കാൻ വേണ്ടിയല്ല ഉസ്താദ് എന്ന് പ്രത്യേകം എന്നോട് അയാൾ പറയുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാമും ഇതുപോലെയുള്ള ദിക്റുകൾ പതിവാക്കണം. ഞാൻ ചോദിച്ച അയാളോട്, നിങ്ങൾ എപ്പോഴാണ് ദിക്റുകളൊക്കെ ചൊല്ലാറുള്ളത്? അയാൾ പറഞ്ഞു, സുബഹിക്ക് ശേഷം കുറച്ച് ചൊല്ലും, മഗ്‌രിബിക്ക് ശേഷം ചൊല്ലും, ഒഴിവ് സമയത്തൊക്കെ ചൊല്ലും. ഞാനത് കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. അയാൾക്കൊരു പുസ്തകത്തിൽ കാണിച്ചു തന്നു, കൃത്യമായി ഡേറ്റ് ഇട്ടുകൊണ്ട് ഓരോ കണക്കുകൾ കൂട്ടി വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ചിട്ടയായിരുന്ന ജീവിതം നമ്മൾക്കും വേണം. കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ദിക്റുകൾ ചൊല്ലണം. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് ശാന്തി ലഭിക്കുന്നത്, ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്നത് ദിക്റുകൾ കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലൊക്കെ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലണം. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.